നമ്മളിങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് പോകുമ്പോഴാണ് അവർക്ക് ചെറിയ കാര്യങ്ങൾ വരുമ്പോഴവർ തളർന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു MBA ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ കരുത്തുള്ള മനസ്സുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോഴേ നമ്മളെപ്പോഴും ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർച്ചയിലൂടെയും ഉയർച്ചയിലൂടെയും പല വഴിയിലൂടെ കടന്നു പോയിട്ട് അപ്പം നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഇതൊന്നും പഠിക്കുമല്ല, ഏത് സാഹചര്യം വന്നാലും നേരിടാനുള്ള ഒരു മനസ്സിനെ സൃഷ്ടിക്കുകയാണ്. നമുക്ക് തളർച്ച വരാം, തകർച്ച വരാം, ഉയർച്ച വരാം, എല്ലാം വരും. അപ്പോൾ ഉയർന്നു പോവാണ് ചില മനുഷ്യരുണ്ട്. ഉയർന്നുകൊണ്ട് പോയാൽ പിന്നെ അയലോകസിനെ കണ്ടി അറിയില്ല, സ്വന്തം അമ്മേനെ അറിയില്ല, നാട്ടുകാരെ അറിയില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉയർച്ച വരുമ്പോഴും അവൻ മണ്ണിൽ നിൽക്കാൻ പഠിക്കണം. താഴ്ച വരുമ്പോഴും ഇതിനെയും കടന്ന് ഞാൻ പോകും, ഇതിനെ ഞാൻ നേരിടും എന്ന ഒരു ധൈര്യമുള്ള ഒരു മനസ്സിനെയാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഒരു ചെറിയ പോരായ്മ അതാണ്. ചെറിയ തൊട്ടാവാടികളാണ്, ചെറിയൊരു കാര്യം മതി, അപ്പം തന്നെ അവർ തളർന്നു പോകും. അമ്മ വഴക്കിട്ട ഉടനെ ആറ്റിച്ചാടും, അല്ലേ? പരീക്ഷ പറഞ്ഞ തൊറ്റ ഉടനെ ആത്മഹത്യ ചെയ്യും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മനസ്സുകളെയാണ് നമ്മളെ വീടുകളിൽ നമ്മൾ ഒരുക്കി വിടുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും നേരിടാൻ അവർക്ക് കുഞ്ഞിലേ തൊട്ട് അവരുടെ മുമ്പിലേക്ക് പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കുന്നേ, അവരതിനെ നേരിടട്ടെ. പ്രശ്നങ്ങളെ നേരിടുമ്പോഴേ നമുക്ക് അതിനെ കവർ ചെയ്യാനും, നാളെ ഒരു കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ 7ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ്, അവനെ വിടുന്ന 1 മാസം വീട്ടിലെ ചിലവും കാര്യം അവന് പൈസ കൊടുക്കുക. അവൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ 50 രൂപ കൂടുതൽ വരുമായിരിക്കും. അവൻ പോയി സാധനം മേടിച്ചുകൊണ്ട് വരട്ടെ, അവൻ സാധനങ്ങൾ ചെയ്യട്ടെ, അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. സ്കൂളിലും കോളേജിലും അല്ലെങ്കിൽ നമ്മുടെ സാമുദായിക സംഘടനകളിലൊക്കെ ഉണ്ടാകുന്ന യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സംഘടന, അതിനകത്തൊക്കെ അവർ പ്രവർത്തിക്കട്ടെ. അവൻ സ്കൂൾ ലീഡർ ആകട്ടെ, അവൻ ഇച്ചിരി മഴയൊക്കെ കൊള്ളട്ടെ. ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് പോകുമ്പോഴാണ് അവർക്ക് ചെറിയ കാര്യങ്ങൾ വരുമ്പോഴവർ തളർന്നു പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു MBA ഒക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഈ കരുത്തുള്ള മനസ്സുണ്ടാക്കാൻ നമ്മൾ പഠിക്കണം.